എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പറവകൾ കൗതുകമുണർത്തുന്നവയാണ്. ആകാശത്ത് പാറിപ്പറന്ന് ജീവിക്കുന്നു. ഏറെ നാളാകും മുമ്പേ ചത്തൊടുങ്ങുന്നു. പൂക്കൾ സുന്ദരങ്ങളാണ്, സുഗന്ധം പരത്തുന്നവയാണ്, പക്ഷേ ക്ഷണഭംഗുരങ്ങളാണ്. സ്ഥായിയായതെന്ത്, ക്ഷണികമായതെന്ത്, വിലപിടിപ്പുള്ളതെന്ത്, വിലയില്ലാത്തതെന്ത് എന്നെല്ലാം ഗിരിപ്രഭാഷണത്തിലൂടെ യേശുതമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളാണ് തൻ്റെ ചുറ്റും പറക്കുന്ന പറവകളും കാൽച്ചുവട്ടിലെ പൂക്കളും. ചിരപരിചിതരായ ഉദാഹരണങ്ങളുടെ അഗാധ രഹസ്യങ്ങളിലേക്ക് ആനയിക്കുന്നു. യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സൂചകമാണ് ഉപമകൾ. ദൈവിക രഹസ്യങ്ങളുടെ ശ്രേഷ്ഠമായ വെളിപ്പെടുത്തലുകളാണ് ഉപമകൾ. ജീവിതത്തെ എങ്ങനെ സമൃദ്ധമാക്കാം, ജീവിതത്തെ എങ്ങനെ സമ്പുഷ്ടമാക്കാം, ജീവിതത്തെ എങ്ങനെ സംതൃപ്തമാക്കാം, കഥയും കനവുമുള്ളതാക്കാം, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. കാതലായ ജീവിത സൂക്തങ്ങൾ ലളിതമായ ക്രിസ്തു ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കുന്നു. ആകുല ചിന്ത അകറ്റണം. ചിന്തയും ആകുല ചിന്തയും രണ്ടാണ്. ചിന്തിക്കണം, നന്നായി ആലോചിക്കണം, ഭാവി വിഭാവനം ചെയ്യണം. യെരുശലേം യാത്രയ്ക്കുള്ള വാഹനം എന്താണെന്നും എവിടെ പെസഹ കഴിക്കണമെന്നും മുന്നമേ ക്രമീകരിച്ച ക്രിസ്തു ആലോചന രഹിതരാകരുത് എന്നല്ല, ആകുല ചിന്തയില്ലാത്തവരാകണമെന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ആകുല ചിന്ത ഒഴിവാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാകണം, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. സിംഗപ്പൂരിലുള്ള ആളുകൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, കഴിയും. ഒരാൾ വണ്ടി തിരിക്കുമ്പോൾ മറ്റൊരാൾ ലഗേജ് ഉയർത്തുമ്പോൾ സമീപേ നിൽക്കുന്നവൻ പ്രോത്സാഹിപ്പിക്കും, നിങ്ങൾക്കത് കഴിയും. അതുതന്നെയാണ് യേശുതമ്പുരാൻ നമ്മളെയും പഠിപ്പിക്കുന്നത്. നാളെയെപ്പറ്റി വിചാരപ്പെടേണ്ട കാര്യമില്ല, നാളെയെപ്പറ്റി ആകുല ചിത്തരാകേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ആവശ്യമായ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും യേശുതമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ വിശ്വാസിയുടെ പ്രഖ്യാപനം തിരുവചനം ഓർപ്പിപ്പിക്കുന്നത്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും എന്നാണ്. പാട്ടുകാരൻ പാടുന്നത്, ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും. ഈ വിശ്വാസം, ആശ്രയം ആകുല ചിന്ത അകറ്റും. മനുഷ്യൻ്റെ അപര്യാപ്തതയെപ്പറ്റി, ദൈവത്തിൻ്റെ മതിയായ്മയെപ്പറ്റിയുള്ള ആഴമായ അവബോധം സുഗമമായ ജീവിതത്തിന് അനിവേഷണീയമാണ്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ആരോഗ്യം, തൊഴിൽ, കുട്ടികളുടെ പഠനം, ഭാവി ജീവിതം എല്ലാം നമ്മെ അസ്വസ്ഥരും ആകുല ചിത്രമാക്കുന്നുണ്ടാകാം. എന്നാൽ യേശുതമ്പുരാൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ ആത്മീയ അനുഭവങ്ങൾ നമുക്ക് ഒരുക്കി തരുന്ന ഒരു ഉൾക്കാഴ്ചയിലേക്ക് യേശുതമ്പുരാൻ ഉപമയിലൂടെ നമ്മെ കരം പിടിച്ചേർത്തുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.